അമേരിക്കയിൽ നിന്നുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി മറ്റൊരു വിമാനം നാളെ അമൃത്സറിൽ എത്തുമെന്ന റിപ്പോർട്ട്. 119 പേരെയും വഹിച്ചുള്ള 2 വിമാനങ്ങൾ പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരെണ്ണം നാളെയും മൂന്നാമത്തേത് 16-ാം തീയതിയും ഇന്ത്യയിൽ എത്തും. അമൃത്സറിൽ വിമാനം ഇറക്കുന്നത് പഞ്ചാബിനെ അപമാനിക്കാനാണെന്ന് ധനമന്ത്രി ഹർപാൽ ചീമ കുറ്റപ്പെടുത്തുകയാണ്. അനൂപ് ദാസ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, ഇന്ത്യ അമേരിക്ക പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ ഈ മറ്റൊരു നടപടി കൂടി വരികയാണ്. ആദ്യ നടപടിയിലെ വിമർശനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ വരുന്ന അറിയിപ്പ് എന്താണ്? 119 പേരും അമേരിക്കയിൽ നിന്ന് ഒരു വിമാനം നാളെ അമൃത്സറിൽ ലാൻഡ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. മറ്റന്നാൾ മറ്റൊരു വിമാനം കൂടി അമൃത്സറിൽ തന്നെ ഇറങ്ങുമെന്ന വിവരവും ലഭിക്കുന്നു. ഇതിപ്പോൾ 2ാമത്തെ വിമാനമാണ് നാളെ വരുന്നത്. കഴിഞ്ഞ ആഴ്ച വന്ന വിമാനമായിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് വിമർശനത്തിനൊക്കെ വഴിവെച്ചത്. പല ആളുകളെയും കൈക്കും കാലിനും ഹാങ്കഫ് വെച്ചുകൊണ്ടായിരുന്നു കൊണ്ടുവന്നത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. മാത്രമല്ല, അമേരിക്കയുടെ ഒരു സൈനിക വിമാനം ഇന്ത്യയിൽ ഇറങ്ങുന്നതും ഇത്തരമൊരു നടപടിക്കായി ഇന്ത്യയിൽ ഇറങ്ങുന്നതും ആദ്യമായിട്ടായിരുന്നു. ഇത് നമ്മുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വിമാനം, നാളെ അമൃത്സറിൽ ഇറങ്ങാൻ പോകുന്ന വിമാനം, അത് സൈനിക വിമാനമാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വ്യക്തമായി ഞങ്ങളിത് എതിർക്കും, ഇന്ത്യയിലേക്ക് അമേരിക്കൻ സൈനിക വിമാനം വരുന്നത് ഞങ്ങൾ എതിർക്കും, അല്ലെങ്കിൽ കൈവിലങ്ങൾ ഉപയോഗിക്കുന്നത് എതിർക്കും തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ വരുന്ന വിമാനം ഏതാണ്, എങ്ങനെയാണ് നമ്മുടെ പൗരന്മാരെ അവർ കൈകാര്യം ചെയ്യുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്തായാലും 17,600ഓളം ഇന്ത്യക്കാരാണ് കുടിയേറ്റക്കാരായി ഇപ്പോഴുണ്ട് എന്നും നാട് കടത്തുമെന്ന നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ 2ാമത്തെ വിമാനം വരുന്നു. കൂടുതൽ വിമാനങ്ങൾ വരാനുള്ള സാധ്യതയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ട്. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.